നേതൃത്വം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് കേസിൽ അന്വേഷണം മലയാളികളിലേക്കും നീങ്ങുന്നു. കേസിൽ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത ടാൻസാനിയൻ യുവതിയെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. ടാൻസാനിയക്കാരായ 2 പ്രതികൾക്കുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം അടുത്ത ദിവസം നൽകും. പഞ്ചാബിൽ നിന്നും കുന്നമംഗലം പോലീസ് പിടികൂടിയ ടാൻസാനിയൻ പൗരന്മാരായ 2 പേരുടെ അക്കൗണ്ടുകളിലേക്ക് 1.30 കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. ഡേവിഡ് എൻഡമി, പെൺസുഹൃത്ത് അറ്റ്ക ഹർണ മയോങ്ക എന്നിവരുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയവരിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പണം കൈമാറ്റം ചെയ്ത മലയാളി യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ റിമാൻഡിലായ ടാൻസാനിയൻ യുവതി അറ്റ്ക ഹർണ മയോങ്കയെ കണ്ണൂരിലെ വനിതാ ജയിലിലേക്ക് മാറ്റി. സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്താണ് യുവതിയെ കണ്ണൂരിലേക്ക് മാറ്റിയത്. റിമാൻഡിൽ കഴിയുന്ന 2 ടാൻസാനിക്കാരെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് മലയാളികൾ അടക്കമുള്ള കൂടുതൽ കണ്ണുകളിലേക്ക് എത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. നോയിഡയിലെ ലഹരി ഉൽപ്പാദന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ അമിത വേഗതയിൽ വന്ന കാർ മതിലിടിച്ച് തല കീഴായി മറിഞ്ഞു. അപകടത്തിൽ വാഹനം